ഹായ്, ഗുഡ് ഈവനിങ്. ഞാൻ ഇന്നിപ്പം വീണ്ടും ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു പ്രധാന കാരണമുണ്ട്. എല്ലാവരും വിചാരിക്കും ഞാൻ ചെറിയ കോമഡിയും ചെറിയ വീഡിയോസൊക്കെ ചെയ്ത് പോകുന്നൊരു ആളാണ്. പക്ഷേ ഇങ്ങനെയൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഇതിടണം എന്ന് എനിക്ക് തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, കുറച്ച് ദിവസം മുൻപ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി സാധാരണ നമ്മൾ മീൻ വാങ്ങിക്കുന്നത് പോലെ ഒരു ദിവസം ഒരു മീൻ വാങ്ങിച്ചു. ഒരു സാറ്റർഡേ ആണ്. അപ്പോൾ എല്ലാവരും സൺഡേസിൽ എല്ലാവരും വീട്ടിലുള്ള ദിവസങ്ങളിൽ എല്ലാവരും നമ്മളിപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാ ആളുകളും, പ്രത്യേകിച്ച് നമ്മൾ കോഴിക്കോട്ടുകാർ, അപ്പം നമ്മളൊരു നോൺ വെജ് കഴിക്കുക, ഒന്നെങ്കിൽ ചിക്കനോ മീനോ ആയിട്ടൊക്കെ കഴിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. അപ്പം ഈവൻ ഞാനാണെങ്കിലും സൺഡേസിൽ നമ്മളൊരു പ്രധാന ഭക്ഷണം അതാണ്. ഒന്നെങ്കിൽ ഒരു പച്ചക്കറി, മീൻകറി, അങ്ങനെയുള്ളൊരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കും, പൊരിച്ച മീൻ അങ്ങനെയൊക്കെ ആയിട്ട്. അതിൽ കുറച്ചുകൂടി വില കൂടിയ മീനൊക്കെ ആയിരിക്കും. ഒന്നുകിൽ സ്രാവ്, തെരണ്ടി, ആവോലി, അയക്കോറ, അങ്ങനെയുള്ള മീനുകളായിരിക്കും നമുക്ക് കൂടുതലും യൂസ് ചെയ്യാം. അപ്പോൾ അതുപോലെ നമ്മൾ ഏറെ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ വില പൈസ കൊടുത്തിട്ടാണ് ഈ മീൻ വാങ്ങിക്കുന്നത്. അതുപോലെ അവരും ആഗ്രഹിച്ച് ശനിയാഴ്ച വൈകിട്ട് നമ്മുടെ കാലിക്കറ്റ് സെൻട്രൽ മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ ഈ മത്സ്യം വാങ്ങിക്കുന്നത്. അപ്പോൾ അവർ മത്സ്യം വാങ്ങിച്ച് 5-6 മത്സ്യങ്ങളുണ്ട്. നമ്മളെ തെരണ്ടി മീനായിരുന്നു. അപ്പം നമ്മളിവിടെ കാലിക്കറ്റിൽ തെരണ്ടി മീനാണ്. അതിൻ്റെ വേറൊരു പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അത് വാങ്ങിച്ചു. അവരത് 5-6 ഉണ്ടായിരുന്നു. കുറച്ചൊരു അത്യാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നല്ല വലുപ്പമുള്ള മീൻ, അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ. അപ്പോൾ അത് വാങ്ങിച്ചവർ ശനിയാഴ്ച വാങ്ങിച്ചു, ഫ്രിഡ്ജിൽ വെച്ച്, ഫ്രീസറിൽ വെച്ച്. പിന്നെ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പിറ്റേ ദിവസം അവരെടുത്ത് അത് മുറിച്ച് കറി വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 1 മുറിച്ചു, 2 മുറിച്ചു, 3 മുറിച്ചു, 4ാമത്തെ മുറിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഭൗതിക ശരീരമൊക്കെ സാധാരണ നമ്മളെ ശവമൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ജീർണിക്കുമ്പം വരുന്ന ആ ഒരു പുഴുക്കളില്ലേ, അത്തരത്തിലുള്ള പുഴുക്കളാണ് ഈ മത്സ്യം മുറിക്കുന്ന ഭാഗം, അതായത് അതിൻ്റെ തലഭാഗത്തു നിന്ന് മുറിക്കുന്ന സമയത്ത് കാണുന്നത് ലൈവായിട്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അപ്പം ചേച്ചിക്ക് അതിൽ റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് പറയാനോ ഇതിനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. ആ ഒരു മീനിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ മീനിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുത്തത് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞ രീതിയിലുള്ള ആ ഒരു പുഴുക്കളെയാണ് നമ്മളതിൽ കാണുന്നത്. സൂം ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ക്ലിയർ ആവുന്നില്ല, ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ഈ ഞാനിപ്പം ചിന്തിക്കുന്നൊന്നുമില്ല. ഗവൺമെൻറ് ഇതിനു മുൻപ് 2022 ആ ഒരു സമയത്തായിരുന്നു തോന്നുന്നു, ഇതുപോലെ തന്നെ വളരെ മാരകമായിട്ടുള്ള വിഷവസ്തുക്കൾ, കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് ഈ മീനുകൾ, അതായത് വലിയ വലിയ മീനുകൾ പെട്ടെന്ന് അവർക്ക് ചിലവായി പോകത്തില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും അവർ, നമ്മൾ ഈ മോർച്ചറിയിലൊക്കെ നമ്മൾ ശവം സൂക്ഷിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കൽസാണ് അവർ ഈ മീനിൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെ എത്രയോ ടൺ കണക്കിന് മീനുകൾ അന്ന് പിടിച്ച് പല കുട്ടികൾക്കും പല വീട്ടമ്മമാർക്കും പല തരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചു, റിയാക്ഷൻസ് വന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ കൊണ്ട് ആ സമയത്ത് വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ അതെന്തായി, വീണ്ടും അത് പഴയ പോലെ തന്നെ. ഇന്നും കള്ളത്തരങ്ങൾ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. എന്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം സ്വന്തം നമ്മുടെ വീട്ടിലും നമ്മുടെ കുട്ടികൾ, അത്രയും ഒന്നും വേണ്ട, നമ്മളെ വലിയ ആളുകളെ ചിന്തിക്കാൻ അവർക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. പക്ഷെ അറ്റ്ലീസ്റ്റ് കുട്ടികളെ കുറിച്ചെങ്കിലും നമ്മളെ വീട്ടിലുള്ള അതേപോലത്തെ, അത് വെറും തലമുറകളാണ്. അപ്പോൾ അവരിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള മാരക വിഷയമായിട്ടുള്ള ഈ വസ്തുക്കൾ എന്തിനാണ് അവരിൽ എത്തിക്കുന്നത്? അത്തരത്തിലുള്ള കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഗവൺമെൻറ്റും കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ ഈ വികസനത്തിന് പുറകെ പോകുന്നതിന് പകരമായിട്ട് ഗൾഫ് കൺട്രീസിലൊക്കെ, യൂറോപ്യൻ കൺട്രീസിലൊക്കെ അവരാദ്യം എല്ലാ കാര്യത്തിലും ക്വാളിറ്റീസ് അവർ ചെക്ക് ചെയ്തിട്ടേ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. അതുപോലെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും പോട്ടെ, അപ്പോൾ നമ്മൾ ഓരോ പഞ്ചായത്തുകളിലും അത് വരുത്തിയാൽ വളരെ ഉപകാരമായിരിക്കും. കാരണം നമുക്കത് ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന പല ഭക്ഷ്യവസ്തുക്കളും ഇന്ന് നമുക്ക് വിശ്വസിച്ച് ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പം തരം താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മത്സ്യം വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്.
അപ്പോൾ അതിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ നല്ല മത്സ്യം തിരഞ്ഞെടുക്കുമ്പോൾ 5 കാര്യങ്ങളാണ് അതിൽ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഇതാണ് നമ്മൾ മത്സ്യം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. ഇത് കറക്റ്റായിട്ട് എല്ലാവരും നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾക്കൊള്ളിക്കുക. മീൻ വാങ്ങിക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. അതായത് സ്വാഭാവികമായിട്ടുള്ളൊരു മീനിനൊരു തിളക്കം ഉണ്ടാവും, ആ തിളക്കം ഉണ്ടാവും. പിന്നെ മാംസത്തിന് നല്ല ഉറപ്പായിരിക്കും. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ അതിങ്ങനെ കുഴിഞ്ഞു പോകത്തില്ല. അത് കുഴിഞ്ഞു പോകുന്ന മത്സ്യമാണെന്നുണ്ടെങ്കിൽ അത് പഴകിയ മത്സ്യമായിരിക്കും. പിന്നെ ഫ്രഷ് മത്സ്യത്തിന് ഈ പറഞ്ഞ പോലെ തന്നെ നിറവ്യത്യാസം ഇല്ലാത്ത നല്ല ഫ്രഷായിട്ട് തിളങ്ങുന്ന കണ്ണുകളായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചുവന്നിങ്ങനെ ഒരു മാതിരി ഇരിക്കും അതിൻ്റെ കണ്ണ്. പിന്നെ ചികിളപ്പൂക്കൾ അതൊന്ന് പൊക്കി നോക്കുമ്പം നമുക്ക് കാണാൻ പറ്റും നല്ല ബ്ലഡിൻ്റെ ആ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ, റെഡ് കളറിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്രഷ് ആയിട്ടുള്ള മത്സ്യമാണ്. അല്ലെങ്കിൽ ഒരു കറുപ്പ് നിറത്തിലോ തവിട്ട് നിറത്തിലോ ആണ് കാണുന്നതെങ്കിൽ അത് ഒരിക്കലും ഫ്രഷ് അല്ല. പിന്നെ വെച്ചാൽ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് മീൻ വാങ്ങിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും നമ്മൾ കേരളത്തിൽ ആരും സ്വന്തമായിട്ടൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ലല്ലോ. എല്ലാം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങളാണ് ഏത് വസ്തുക്കളാണെങ്കിലും, കൃഷി ഉൾപ്പെടെ, അരി ഉൾപ്പെടെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇതിൽ മാക്സിമം ഒരു റിക്വസ്റ്റാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും എല്ലാ തരത്തിലുള്ള ഒരു ശ്രദ്ധയും, അത് എല്ലാ നമ്മുടെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും എല്ലാ ഭക്ഷ്യ ഹെൽത്ത് എന്താ പറയുക ഇൻസ്പെക്ടേഴ്സും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ട്. അവർ അതിന് മുൻഗണന എടുത്ത് മുന്നോട്ട് വരണം എന്നുള്ളത് ഒരു മാന്യമായൊരു റിക്വസ്റ്റാണ് ഞാൻ ചെയ്യുന്നത്. ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കണം. ഓക്കെ, നന്ദി, നമസ്കാരം.